ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, എന്തായാലും ഷൗക്കത്ത് തന്നെ, ആര്യാടൻ ഷൗക്കത്ത് തന്നെ എന്നൊരു തീരുമാനത്തിലേക്ക് UDF എത്തുകയാണ്. അൻവർ കാണിക്കുന്ന ഓലപ്പാമ്പിനെയൊന്നും വകവെക്കേണ്ടതില്ല, അൻവർ കൂടെ നിന്നോളും എന്നൊരു ആത്മവിശ്വാസത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ നീക്കം എന്താവും? അല്ല, അൻവർ വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? അൻവർ ജനങ്ങൾ 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്ത ഒരു MLA ആണല്ലോ. അദ്ദേഹം 5 കൊല്ലം ജനങ്ങളോട് വിശ്വസ്തത പാലിച്ച് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം ആരോടൊക്കെയോ പക വീട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ക്യാമ്പ് വിട്ട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറുകയും MLA സ്ഥാനം രാജിവെക്കുകയും അനാവശ്യമായി നിലമ്പൂര് ജനങ്ങളുടെ മേലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതും കുഴപ്പമില്ല, അദ്ദേഹം ധാർമ്മികമായിട്ട് രാജിവെച്ചു എന്നായിരിക്കും. അദ്ദേഹം UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും UDFന്റെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. VS ജോയി 1ാം തര സ്ഥാനാർത്ഥിയാണ്, നിലമ്പൂര് ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ജോയി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും അതിൽ വലിയൊരു അനൗചിത്യമില്ലേ? UDFന്റെ സ്ഥാനാർത്ഥി UDFല്ലേ തീരുമാനിക്കണ്ടേ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാർട്ടി വിട്ട് ഇറങ്ങി ഏറ്റവും ആദ്യം പറയുന്ന വാചകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാൻ, ഇപ്പോഴൊന്നുമല്ല, 6 മാസങ്ങൾക്ക് മുന്നേ പറയുന്നത് VS ജോയി ആണ് പറ്റുന്ന സ്ഥാനാർത്ഥി എന്നാണ് അന്ന് തന്നെ പറയുന്നത്. അത് കോൺഗ്രസിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പുറത്തുനിന്ന് വന്ന ഒരാൾ പറയാണ് VS ജോയി ആണ് നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസ് അംഗീകരിച്ചു കൊടുക്കുന്നതും ശരിയല്ലല്ലോ. അല്ല, VS ജോയി നല്ല സ്ഥാനാർത്ഥിയാണ്, യാതൊരു സംശയവുമില്ല. ഞാനും പറഞ്ഞല്ലോ, ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനേക്കാളും ജയസാധ്യതയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ജോയി ആയിരിക്കും. അത് അൻവർ പറഞ്ഞതിൽ തെറ്റില്ല. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ പറയാം. പക്ഷേ ജോയി അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ അംഗീകരിക്കില്ല, ഞാൻ അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥിയെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതുവരെ UDFനെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന ആൾ, കോൺഗ്രസ് നേതാക്കളെ വ്യക്തിപരമായിട്ട് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അൻവർ UDFലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് VS ജോയി വരണം, ജോയി അല്ലാതെ ആരും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ജോയിക്ക് തന്നെ അപമാനമല്ലേ? ഇന്നലെ വരെ കോൺഗ്രസ് തെറി വിളിച്ചുകൊണ്ട് നടന്ന ആൾ ഇന്ന് വന്നിട്ട് എന്നെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞാൽ ജോയിക്ക് ശോഭ ഉണ്ടാക്കുന്ന കാര്യമാണോ? ജോയി കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്, DCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നല്ല പ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേര് സജസ്റ്റ് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും ഉള്ള അവകാശം അൻവറിനുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അൻവർ വന്നിട്ട് ഇയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആദ്യമേ പറയുന്നത്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ള? ആര്യാടൻ ഷൗക്കത്ത് എത്രയോ കൊല്ലമായിട്ട് അവിടെ കോൺഗ്രസ് നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ്റെ മാറ്റി നിർത്തുക എങ്കിൽ പോലും. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് വരാൻ പാടില്ല. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞത് എന്ത് യുക്തിയുള്ളത്? അത് UDFനോ കോൺഗ്രസിനും ലോകത്തെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അൻവർ ഇപ്പോൾ ഈ UDFന്റെ ഈ തീരുമാനത്തിന് വഴിപ്പെട്ട് കൂടെ നിൽക്കുകയല്ലെങ്കിൽ PV അൻവർ ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊക്കെ പാളിപ്പോയത് നമ്മൾ കണ്ടു. ഇക്കാര്യത്തിൽ കൂടി അങ്ങനെ പാളിപ്പോവുകയും വഴിപ്പെടുകയും ചെയ്തില്ലെങ്കിൽ PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിട്ടാണ് കാണുന്നത്? PV അൻവർ അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയൊന്നും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ ഇതുപ്രതിനിധിയുള്ള പ്രവൃത്തികളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പല കാര്യങ്ങളെ കുറിച്ചും ഈ അഭിപ്രായങ്ങൾ തുറന്ന് പറയുകയും പല വിധത്തിൽ അനാവശ്യമായ പുലിവാലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ. ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ശരി, വളരെ നന്ദി ശ്രീ ജയശങ്കർ ഈ സമയത്ത് പ്രതികരിച്ചതിന്. ഇപ്പോൾ നേരത്തെ PV അബ്ദുൽ വഹാബ് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ അല്ല. UDF ആണ് ഞങ്ങൾക്ക്. ഷൗക്കത്തോ അതിന് മറ്റു പേരല്ല. UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDF വിജയിക്കും, അത് വിജയിപ്പിക്കും. എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞില്ല, എനിക്കറിയില്ല. അല്ല, അത് പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പന്നല്ലേ, എല്ലാവരും പ്രഖ്യാപിച്ചു എന്നുള്ളതൊക്കെ ഞാൻ വന്നത്. വീണ്ടും മഞ്ജുഷും സജിത്തും തുടരുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും ഇത് ഏതാണ്ട് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നതാണ്. ആദ്യം തന്നെ PV അൻവർ ഉയർത്തുന്ന വാദങ്ങൾക്ക്, അല്ലെങ്കിൽ VS ജോയി നല്ല സ്ഥാനാർത്ഥിയാണ്, അവിടെ വളരെ സ്വാധീനമുള്ള ഒരാളാണ്, യുവാവാണ്, എല്ലാ ഘടകങ്ങളുമുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നിലമ്പൂരിന് ചേർന്ന ഒരു സ്ഥാനാർത്ഥി ഷൗക്കത്താണ് എന്നൊരു തീരുമാനത്തിലേക്ക് വളരെ മുമ്പ് തന്നെ UDF എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളിലേക്ക് വരാം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A സജീവൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ സജീവൻ,
ഇപ്പോൾ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് UDF എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അറിയേണ്ടത് PV അൻവർ എന്ത് ചെയ്യുമെന്നാണ്. ഒരു ഈ നിലപാടിന് ഇപ്പോൾ UDFന്റെ തീരുമാനത്തിന് വഴിപ്പെട്ട് നിൽക്കുമോ, അതോ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കാനോ ഈ തീരുമാനത്തിനെതിരെ നിൽക്കാനോ എത്ര കണ്ട് സാധ്യതയുണ്ട്? അൻവറിന് മറ്റൊരു സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, അൻവർ LDFുമായിട്ട് അങ്ങേയറ്റത്തെ ശത്രുതയിലാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തുള്ള ശത്രുത അതിന്റെ പാരമ്യത്തിലാണുള്ളത്. BJPയുടെ കാര്യം നമുക്കറിയാം. നിലമ്പൂരിനെ സംബന്ധിച്ച് 4% വോട്ട് ഷെയർ മാത്രമുള്ള BJPക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്താ ചെയ്യുക? അൻവറിന് UDFനോടൊപ്പം നിൽക്കുകയും പിണറായിസത്തെ തകർക്കുമെന്ന് പറയുന്ന അൻവറിന് അതിന് എന്തെങ്കിലും തരത്തിൽ ചെയ്യണമെങ്കിൽ UDFന്റെ ഭാഗമാവുകയും മാത്രമാണ്, UDFനെ പിന്തുണയ്ക്കുകയും മാത്രമാണ് രക്ഷയുള്ളത്. അപ്പോ നേരത്തെ തന്നെ അൻവർ പറഞ്ഞത് ഏത് ചെകുത്താനാണെങ്കിലും താൻ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന രൂപത്തിൽ അദ്ദേഹം ചെകുത്താനായിട്ട് കാണുന്ന ആളാണോ ഷൗക്കത്ത് നമുക്കറിയില്ല. എന്തായാലും ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്ന അദ്ദേഹം നിർബന്ധിതരാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതല്ലെങ്കിൽ, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് അൻവറിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അന്ത്യം എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വരാതെ ഇക്കാര്യത്തെക്കുറിച്ച് തനിക്ക് ഒരു അറിവുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആര്യാടൻ ഷൗക്കത്തിന്റെ വാക്കുകളിലേക്ക്. ഇല്ല, ഒന്നും ആയിട്ടില്ലല്ലോ, ഒന്നും ആയിട്ടില്ല. അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് ഇല്ല, അത് പിന്നെ സ്ഥാനാർത്ഥി ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ ആര് UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അതിനെ പിന്തുണച്ച് ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. PV അനുമോദ് മലപ്പുറത്തുനിന്ന്. അനുമോദ്, ഏത് ചെകുത്താനായാലും, പിണറായി സത്തിനെതിരെ നിൽക്കുന്ന ഏത് ചെകുത്താനായാലും എന്നിടത്ത് നിന്ന് VS ജോയി ആണ് സ്ഥാനാർത്ഥിയാവേണ്ടത് എന്ന നിലപാടിലേക്കാണ് ഇന്ന് മാറിയത്. അതായത് കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞപ്പോൾ ഒരു സമ്മർദ്ദതന്ത്രം, പതിവായി അൻവർ പയറ്റുന്ന ഒരു സമ്മർദ്ദതന്ത്രം പയറ്റി നോക്കുകയാണോ അൻവറിന്റെ ലക്ഷ്യം? അവിടെ ഈ അൻവറിന്റെ അനുയായികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ് ഈ ഷൗക്കത്തായിരിക്കും സ്ഥാനാർത്ഥി എന്ന വാർത്തയോടൊക്കെ പ്രതികരിക്കുന്നത്? ശ്രീജ, അൻവർ നടത്തിയത് അൻവറിന്റെ അവസാന വട്ട സമ്മർദ്ദ തന്ത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപ് പലപ്പോഴും അൻവർ പലതരത്തിലും നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ അത് അല്പം വിട്ടുവീഴ്ചയുടെ കൈകാര്യം ചെയ്തെങ്കിൽ ഇത്തവണ ഒരു തരത്തിലും അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ ശ്രീജ ചോദിച്ച ചോദ്യത്തിന് അൻവറിന്റെ അണികളുടെ പ്രതികരണം എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു മണ്ഡലത്തിൽ പരസ്യമായിട്ട് അൻവറിന്റെ കൂടെ എത്ര പേരുണ്ടാകുമെന്ന ചോദ്യം LDF ഉയർത്തുന്നതാണ്. UDFനും അതേ ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അൻവറിന്റെ അണികൾ നിലമ്പൂർ